ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനായി പാർലമെന്റിൽ അവതരിപ്പിച്ച പ്രമേയം പാസായി. ഡിസംബർ 3 ഇദ്ദേഹം പട്ടാള നിയമം പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് പ്രതിപക്ഷം ഇംപീച്ച്മെന്റ് നടപടികൾ ആവശ്യപ്പെട്ടത്. എന്നാൽ പാർലമെന്റ് ഈ നിയമത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഇദ്ദേഹം തന്നെ പട്ടാള നിയമം പിൻവലിച്ചു. രാജിവെക്കണം എന്ന ആവശ്യം പ്രസിഡന്റ് നിരാകരിച്ചതിനെ തുടർന്നാണ് പ്രതിപക്ഷം ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിച്ചത്. ഭരണകക്ഷിയിലെ അംഗങ്ങൾ എതിർത്തതുകൊണ്ടാണ് ഈ പ്രമേയം പരാജയപ്പെട്ടത്. മാറി നിൽക്കണം എന്ന് ഭരണകക്ഷി ആവശ്യപ്പെട്ടിട്ടും രാജിവെക്കാൻ പ്രസിഡന്റ് തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് വീണ്ടും പ്രതിപക്ഷം അവതരിപ്പിച്ച പ്രമേയത്തെ ഭരണകക്ഷി പിന്തുണച്ചത്. ദക്ഷിണ കൊറിയയിലെ നിയമമനുസരിച്ച് ഇങ്ങനെ ഒരു പ്രമേയം പാസ്സായാൽ പ്രസിഡന്റിന് സ്ഥാനം നഷ്ടപ്പെടില്ല, എന്നാൽ എല്ലാ അധികാരങ്ങളും നഷ്ടമാകും. ഭരണഘടനാ കോടതി വിഷയം പരിശോധിച്ച് 6 മാസത്തിനുള്ളിൽ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കും. അതുവരെ ഭരണം പ്രധാനമന്ത്രി നിർവഹിക്കും. അൽ-ഖ്വയ്ദയുമായി ബന്ധമുള്ള ചില ഗ്രൂപ്പുകൾ ചേർന്നാണ് സിറിയയുടെ ഭരണം പിടിച്ചെടുത്തത്. HTS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു തീവ്രവാദി സംഘടനയുടെ തലവനായ മുഹമ്മദ് അൽ ജൊലാനി സിറിയയുടെ പുതിയ പ്രധാനമന്ത്രിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ജിഹാദിയാണ് ജൊലാനി. ജിഹാദി സ്വഭാവമുള്ള ഒരു സർക്കാരിനെ അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കില്ല എന്നാണ് തീവ്രവാദികൾ ഭയപ്പെടുന്നത്. സാമ്പത്തികമായി തകർന്ന സിറിയയ്ക്ക് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ സഹായം കൂടാതെ സ്ഥിരതയുള്ള ഒരു ഭരണം സ്ഥാപിക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് ജൊലാനി ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധികളുമായി ചർച്ചകൾ ആരംഭിച്ചത്. അയൽ രാജ്യങ്ങളായ ജോർദാൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ മാത്രമല്ല അമേരിക്കയുടെയും പിന്തുണ നേടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായിരിക്കും തങ്ങളുടെ സർക്കാർ എന്നാണ് ജൊലാനിയുടെ വാഗ്ദാനം. അന്താരാഷ്ട്ര ഭീകരന്റെ മേലുള്ള ഉപരോധം നീക്കാൻ അമേരിക്ക തയ്യാറാകുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. അമേരിക്ക ഉക്രൈന് നൽകിയ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ട്രംപിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് ഈ നിയന്ത്രണങ്ങൾ ഇളവ് നൽകി റഷ്യക്കെതിരെ ഈ മിസൈലുകൾ ഉപയോഗിക്കാൻ ഉക്രൈനിന് ജോ ബൈഡൻ അനുമതി നൽകിയത്. കഴിഞ്ഞ ദിവസം 6 ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് ഉക്രൈൻ റഷ്യയെ ആക്രമിച്ചു. ഇവയെ ഫലപ്രദമായി പ്രതിരോധിച്ചതായും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല എന്നുമാണ് റഷ്യ പ്രതികരിച്ചത്. നിയന്ത്രണങ്ങൾ ഇളവ് ചെയ്യാനുള്ള ജോ ബൈഡന്റെ തീരുമാനത്തെ മണ്ടൻ നടപടി എന്നാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഈ തീരുമാനം സംഘർഷം വർദ്ധിപ്പിക്കും എന്നാണ് ട്രംപിന്റെ വിലയിരുത്തൽ. അധികാരത്തിൽ എത്തിയാൽ ഈ തീരുമാനം പിൻവലിക്കും എന്ന സൂചനയും നൽകി. ഉക്രൈനിന് അമേരിക്ക നൽകുന്ന സഹായം എങ്ങനെ ചെലവഴിക്കുന്നു എന്നത് പരിശോധിക്കാനാണ് പുതിയ സർക്കാർ ആലോചിക്കുന്നത്. പഴയതുപോലെയുള്ള സഹായങ്ങൾ ഇനി ഉക്രൈനിന് ലഭിക്കാൻ ഇടയില്ല
എന്നതിൻ്റെ സൂചനയാണ് ഈ റിപ്പോർട്ടുകൾ. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ പരാതിയുമായി അമേരിക്കൻ കോടതിയെ സമീപിച്ചു. അമേരിക്കൻ സർക്കാർ തന്നെ പാസാക്കിയിട്ടുള്ള ലിഹി നിയമം ഇപ്പോഴത്തെ സർക്കാർ ലംഘിക്കുന്നു എന്നാണ് ആരോപണം. മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്ന സംഘടനകൾക്കും രാജ്യങ്ങൾക്കും സുരക്ഷയ്ക്കായി സൈനിക സഹായങ്ങൾ നൽകാൻ പാടില്ല എന്നാണ് ഈ നിയമം അനുശാസിക്കുന്നത്. 2023 ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിനെ തുടർന്നാണ് ഈ യുദ്ധം ആരംഭിച്ചത്. ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് കൊല്ലപ്പെട്ടവരുടെ എണ്ണം 2000-ൽ താഴെയാണ്. എന്നാൽ ഇസ്രായേലിന്റെ പ്രത്യാക്രമണത്തിൽ ഇതിനകം 45,000-ത്തിലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അമേരിക്ക നൽകുന്ന ആയുധങ്ങളാണ് ഈ കൂട്ടക്കുരുതിക്ക് ഇസ്രായേൽ ഉപയോഗിക്കുന്നത്. ഗാസയിൽ ഇസ്രായേൽ വൻതോതിൽ മനുഷ്യാവകാശ ലംഘനം നടത്തുന്നു എന്ന് ഐക്യരാഷ്ട്രസഭ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിന് സൈനിക സഹായം നൽകുന്നത് തടയണം എന്നാണ് പരാതിക്കാർ അമേരിക്കയിലെ കോടതിയോട് ആവശ്യപ്പെടുന്നത്. വിവാദ പ്രസ്താവന നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ചന്ദ്രശേഖർ യാദവ് സുപ്രീം കോടതി കോളജിയത്തിന് മുൻപിൽ ഹാജരായി. പൊതുവേദികളിൽ പ്രസ്താവനകൾ നടത്തുമ്പോൾ ഒരു ന്യായാധിപന് ചേർന്ന അന്തസ്സു പുലർത്തണം എന്ന് ഉപദേശിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചില ചുമതലകളിൽ നിന്നും മാറ്റി നിർത്താനല്ലാതെ ഇദ്ദേഹത്തിനെതിരെ മറ്റൊരു നടപടികളും സ്വീകരിക്കാൻ ഭരണഘടന സുപ്രീം കോടതിയെ അനുവദിക്കുന്നില്ല. വിദ്വേഷ പ്രസംഗത്തിൻ്റെ പേരിൽ ഈ ന്യായാധിപനെ പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രാജ്യസഭയിൽ നോട്ടീസ് നൽകി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ ന്യായാധിപന്റെ പ്രസംഗത്തെ പിന്തുണച്ചത് സർക്കാർ എവിടെ നിൽക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. അതുകൊണ്ട് തന്നെ ഇംപീച്ച്മെന്റ് നടപടികൾ പരാജയപ്പെടും എന്നതിൽ ഒരു സംശയത്തിനും അവകാശമില്ല. തെറ്റു ചെയ്യുന്ന ഹൈക്കോടതി ന്യായാധിപനെ ശിക്ഷിക്കാനുള്ള അവകാശം ഭരണകക്ഷിക്കു മാത്രമാണ്. ന്യൂനപക്ഷത്തിനെതിരെ നടത്തിയ പരസ്യ പ്രസ്താവന പിൻവലിക്കാനെങ്കിലും ഈ ന്യായാധിപൻ തയ്യാറാകേണ്ടതാണ്. 2021 ഭരണം താലിബാനെ ഏൽപ്പിച്ച് അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്ക പിൻവാങ്ങിയത്. മതതീവ്രവാദികളായ താലിബാൻ നയിക്കുന്ന സർക്കാരിനെ അംഗീകരിക്കുവാനോ അവരുമായി സഹകരിക്കാനോ ബഹുഭൂരിപക്ഷം ലോകരാഷ്ട്രങ്ങളും ഇതുവരെ തയ്യാറായിട്ടില്ല. പാകിസ്ഥാൻ, സൗദി അറേബ്യ, UAE തുടങ്ങിയ മുസ്ലിം രാഷ്ട്രങ്ങൾ മാത്രമാണ് താലിബാൻ ഭരണകൂടവുമായി ഇപ്പോൾ സഹകരിക്കുന്നത്. മതത്തിൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന സ്ത്രീവിരുദ്ധ നിയമങ്ങളുടെ പേരിലാണ് ലോകരാഷ്ട്രങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ പുതിയ സർക്കാരിനെ ബഹിഷ്കരിക്കുന്നത്. എന്നാൽ ഈ ബഹിഷ്കരണം അവസാനിപ്പിക്കാൻ റഷ്യ ഒരുങ്ങുകയാണ്. ഇതിനുള്ള ബില്ല് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവതരിപ്പിച്ചു. താലിബാൻ സർക്കാരിനെ ഭീകരന്മാരുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനാണ് പുടിൻ്റെ നീക്കം. ബില്ല് പാസായ സാഹചര്യത്തിൽ ഉടൻ തന്നെ ഭീകരന്മാരുടെ പട്ടികയിൽ നിന്നും താലിബാൻ ഒഴിവാക്കപ്പെടുകയും റഷ്യ അഫ്ഗാനിസ്ഥാൻ ബന്ധങ്ങൾ സാധാരണ നിലയിൽ എത്തുകയും ചെയ്യും. രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ നടത്തുന്ന ഈ നീക്കങ്ങൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കും. കഴിഞ്ഞ ഒക്ടോബറിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻപിങ്ങും തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും അതിർത്തിയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാൻ തീരുമാനിച്ചത്. 2020
അതിർത്തി തർക്കങ്ങളെ തുടർന്ന് ഇരു രാജ്യങ്ങളും നിയന്ത്രണ രേഖ ലംഘിച്ച് സൈന്യത്തെ വിന്യസിച്ചത്. അതിർത്തിയിൽ യുദ്ധസമാനമായ അന്തരീക്ഷം രൂപപ്പെടുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ തകരുകയും ചെയ്തു. നേരത്തെ നിശ്ചയിച്ചിരുന്നതനുസരിച്ച് പഴയ സ്ഥലങ്ങളിലേക്ക് സേനാ പിന്മാറ്റം പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കഴിഞ്ഞ ആഴ്ചയിൽ ബീജിംഗ് സന്ദർശിച്ചത്. ചൈന വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്നും ടിബറ്റിലേക്കുള്ള തീർത്ഥയാത്ര പുനഃസ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഏഷ്യയിലെ വൻശക്തികളായ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾക്ക് 5 പതിറ്റാണ്ടെങ്കിലും പഴക്കമുണ്ട്. നാറ്റോയിൽ അംഗമാകാൻ ഉക്രൈൻ നടത്തിയ നീക്കങ്ങളാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് വഴിയൊരുക്കിയത്. കഴിഞ്ഞ 2 വർഷമായി ഈ യുദ്ധം തുടരുകയാണ്. ഇത് ഒരു 3ാം ലോകമഹായുദ്ധം ആകാതിരിക്കാൻ ഇരു രാജ്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഉക്രൈൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ ഏറിയ പങ്കും നൽകുന്നത് നാറ്റോയാണ്. എന്നിട്ടും നാറ്റോയിലെ ഒരു കക്ഷിയെപ്പോലും ഇതുവരെ റഷ്യ ആക്രമിച്ചിട്ടില്ല. ഇതുപോലെ ഇറാനിൽ നിന്നും റഷ്യയ്ക്ക് വൻതോതിൽ ആയുധങ്ങൾ ലഭിക്കുന്നു എന്നത് വസ്തുതയാണ്. ഇതിൻ്റെ പേരിൽ ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയും തയ്യാറായിട്ടില്ല. എന്നാൽ ഇപ്പോൾ തന്നെ ഇത് ഒരു ലോകമഹായുദ്ധമായി എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. ഉത്തര കൊറിയയിൽ നിന്നും 10,000-ലേറെ സൈനികർ റഷ്യൻ സൈന്യത്തോടൊപ്പം ചേർന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ഇവരെ കൂടാതെ ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരും റഷ്യയ്ക്ക് വേണ്ടി പോരാടുന്നുണ്ട്. അസർബൈജാൻ, ബാൾട്ടിക് രാജ്യങ്ങൾ, ജോർജിയ, ബെലാറസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികർ ഉക്രൈൻ പക്ഷത്ത് ചേർന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ 45ാമത് പ്രസിഡന്റായി അധികാരം ഏറ്റെടുക്കുന്നത് ജനുവരി 20-നാണ്. എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരും അധികാരം ഏറ്റെടുക്കുന്നത് ഈ ദിവസമാണ്. തുടർച്ചയായി 2 ടേം ലഭിക്കാതെ പോയ 2ാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. 2015 വിജയിച്ചുവെങ്കിലും 2019 പരാജയപ്പെട്ടു. സമാധാനപരമായ അധികാര കൈമാറ്റം നടക്കുന്നത് തടയാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ പേരിൽ കേസുണ്ട്. ഔദ്യോഗിക രേഖകൾ സ്വന്തം വസതിയിൽ സൂക്ഷിച്ചതിൻ്റെ പേരിൽ മറ്റൊരു കേസും നിലവിലുണ്ട്. ഇതുകൂടാതെ വ്യക്തികൾ നൽകിയ നിരവധി കേസുകൾ നിലവിലുള്ളപ്പോഴാണ് ട്രംപ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഈ കേസുകളൊന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യതയായില്ല. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ പല കേസുകളും പിൻവലിച്ചിട്ടുണ്ട്. തൻ്റെ ക്യാബിനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ നിയമനം സെനറ്റ് അംഗീകരിക്കണം എന്നാണ് വ്യവസ്ഥ. ഡെമോക്രാറ്റുകൾക്ക് ഭൂരിപക്ഷമുള്ള സെനറ്റിൻ്റെ അംഗീകാരം നേടിയെടുക്കുക എന്നതാണ് ട്രംപിൻ്റെ വെല്ലുവിളി. (1971) ഡിസംബർ 16-നാണ് പാകിസ്ഥാൻ സേനയിലെ ലഫ്റ്റനന്റ് ജനറൽ AK നിയാസി 93,000 പട്ടാളക്കാരോടൊപ്പം ഇന്ത്യൻ ലഫ്റ്റനന്റ് ജനറൽ ജഗദ്ജിത് സിംഗിന് മുൻപിൽ കീഴടങ്ങിയത്. ഡിസംബർ 3-ന് ആരംഭിച്ച ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിച്ചത് ഈ കീഴടങ്ങലിലൂടെയാണ്. വിജയ ദിവസമായിട്ടാണ് ഇന്ത്യ എല്ലാ വർഷവും ഈ ദിവസം ആചരിക്കുന്നത്. ഇന്ത്യൻ സൈനികരെ അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടത് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ വലിയ വിവാദമാക്കിയിരിക്കുകയാണ്. ഇത് ബംഗ്ലാദേശുകാരുടെ വിജയമാണെന്നും അത്
പ്രധാനമന്ത്രി പരിഗണിച്ചില്ല എന്നുമാണ് ആക്ഷേപം. മുജീബ് റഹ്മാൻ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചുവെങ്കിലും മന്ത്രിസഭ രൂപീകരിക്കാൻ പാകിസ്ഥാനിലെ പട്ടാള ഭരണകൂടം ഇദ്ദേഹത്തെ അനുവദിച്ചില്ല. ഇതിനെതിരെ ആരംഭിച്ച ജനകീയ സമരത്തെ പാകിസ്ഥാൻ ക്രൂരമായി അടിച്ചമർത്തി. ഇന്ത്യൻ സൈന്യം ഇടപെടുകയും പാക് സൈനികർ രക്ഷപ്പെടില്ല എന്നുറപ്പാവുകയും ചെയ്തപ്പോഴാണ് കീഴടങ്ങാൻ പാക് സൈന്യം തീരുമാനിച്ചത്. ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് ഇന്ത്യയാണ്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.